ബ്ലാക്ക് ഫംഗസ് ഓർ മ്യൂക്കോർമൈക്കോസിസ് ഇൻഫെക്ഷനും കോവിഡ് പേഷ്യൻസും തമ്മിൽ എന്താണ് ബന്ധം? നമുക്കിപ്പോൾ ന്യൂസിലൊക്കെ കാണാൻ പറ്റും. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, ന്യൂഡൽഹി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കോവിഡ് പേഷ്യൻസിനും കോവിഡിൽ നിന്ന് റിക്കവറി ആയി വരുന്ന പേഷ്യൻസിലും കണ്ടുവരുന്ന ഒരു റയർ ആൻഡ് സീരിയസ് ഇൻഫെക്ഷനാണ് എന്ത്? മ്യൂക്കോർമൈക്കോസിസ് ഓർ ബ്ലാക്ക് ഫംഗസ്. ഓക്കെ, ഈ ഒരു ഇൻഫെക്ഷൻ റയറാണ്, സീരിയസ് ആയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ട് നമ്മളെ കണ്ണ് വരെ അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ജോ വരെ പോകാൻ ചാൻസ് ഉള്ള ഒരു സീരിയസ് ഡെഡ്ലി ഇൻഫെക്ഷനാണ് എന്ത്? മ്യൂക്കോർമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ്. സോ ദിസ് ഈസ് മല്ലു ഫാർമസിസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂക്കോമൈസെറ്റിസ് എന്ന് പറയുന്ന ഒരു മോൾഡാണ്. നമ്മുടെ സറൗണ്ടിങ്സിലും ഡസ്റ്റിലും കാര്യങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു മോൾഡാണ്, ഒരു ഫംഗസാണ് എന്ത്? ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗസാണ് എന്ത്? ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റിയും കോവിഡ് പേഷ്യൻസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തുകൊണ്ടാണ് കോവിഡ് പേഷ്യൻസിൽ ഈ ഒരു ഫംഗസ് പെട്ടെന്ന് അറ്റാക്ക് നടത്തി കാര്യങ്ങൾ സീരിയസ് ആക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എസ്പെഷ്യലി കോവിഡ് പേഷ്യൻസിൻ്റെ കേസിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുമ്പം എന്താണ്? ഇമ്മ്യൂണിറ്റി പൊതുവേ കുറയും. ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഡ്രഗ്സ് ആണ്. ആ ഡ്രഗ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ കുറക്കാനും ഇമ്മ്യൂണിറ്റി കുറക്കാനും വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുക. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് കോവിഡ് പേഷ്യൻസിൽ സിവിയർ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് സീരിയസ് കേസിൽ നമ്മൾ എന്തുപയോഗിക്കും? സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കും. സോ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ആ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിലാണ് ഈ ഒരു ഫംഗസ് മേജറായിട്ട് അറ്റാക്ക് ചെയ്യുക. ഈ ഒരു ഫംഗസ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്കിന്ന്, ലങ്സ് ആൻഡ് ബ്രെയിനാണ്. ഓക്കെ, ഇത് സാധാരണ ഇപ്പോൾ ഒരു കോവിഡ് പേഷ്യൻ്റ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുമ്പം ഈ ഫംഗൽ സ്പോർസ് ഉള്ളിലോട്ട് കടന്നിട്ടാണ് ഇത് മേജറായിട്ട് ഇത് ബോഡിയിലോട്ട് കടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ലീഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയും ഇത് എൻ്റർ ചെയ്യും. മെയിൻലി നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പം ഇതിൻ്റെ സ്പോർസ് നമ്മുടെ ലങ്സിലോട്ടാണ് പ്രവേശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സൈനസിലോട്ടും അല്ലെങ്കിൽ ലങ്സിലോട്ടുമാണ് ഇത് പ്രവേശിക്കുക. ഈ ഒരു ഫംഗസിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അഥവാ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗ്സ് എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആളുകൾ, അങ്ങനത്തെ ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇൻഫെക്ഷൻ ബാധിക്കുക. അപ്പോൾ നമ്മുടെ കോവിഡ് പേഷ്യൻസിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡ്സ് എടുക്കുന്ന സമയത്ത് ആണ് അവർക്ക് എന്തുണ്ടാകുന്നത്? ഈ ഒരു ഇൻഫെക്ഷൻ വരിക. മെയിനായിട്ട് ഇമ്മ്യൂണിറ്റി അവർക്ക് കുറവായിരിക്കും. എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആളുകൾക്കുമാണ് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. ദെൻ ഈ ഒരു ഇൻഫെക്ഷൻ സീരിയസ് ആയ ഞാൻ പറഞ്ഞു സർജറി നിർബന്ധമാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ ചുറ്റായിട്ട് ഒരു റെഡ്നെസ്, പെയിന്, പിന്നെ നമുക്കുണ്ടാകുക ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, ബ്ലഡ് വൊമിറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ പല്ലൊക്കെ ലൂസനിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. then നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് അൾട്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രെയിനിലോട്ടൊക്കെ എത്തിയാൽ മെൻ്റൽ സ്റ്റാറ്റസ് അൾട്ടർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി കണ്ടീഷൻസ് വേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. then നമ്മുടെ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അങ്ങനെ ത്രോംബോസിസ്, നെക്രോസിസ്, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഈ ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ഡെഡ്ലി ഇൻഫെക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സർജറി വേണം, നമ്മുടെ കണ്ണ് പോകാൻ വരെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പർ ജോ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ച്യൂ ചെയ്യാനോ നമ്മുടെ എസ്തെറ്റിക് ബ്യൂട്ടി വരെ നമുക്ക് ആ ഒരു സർജറി കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ഓക്കെ, സോ ദിസ് ഈസ് എ ഡെഡ്ലി ഇൻഫെക്ഷൻ. ഇത് ബ്രെയിനിലോട്ട് എത്തിയാൽ ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിച്ചേക്കാവുന്ന ഒരു ഇൻഫെക്ഷനാണ് എന്ത്? ഈ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. പിന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു മേജർ സിംറ്റം എന്താണെന്ന് വെച്ചാൽ സൈനസൈറ്റിസ് ആണ്. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നാസൽ കഞ്ചഷൻ എന്ന് പറയുമ്പോൾ മൂക്കടപ്പുണ്ടാവും, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലാക്കിഷ് ഓർ പിന്നെ ബ്ലഡ് വരെ ഡിസ്ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് സാധാരണ സൈനസൈറ്റിസ് ഉണ്ടാവാറുണ്ട്. സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫേസിൻ്റെ ഇവിടെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ അറകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഫ്ലമേഷൻ സാധാരണ ഉണ്ടാവാറുണ്ട്. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ഓക്കെ, സാധാരണ നമുക്ക് അത് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ അമോക്സിസിലിൻ, ക്ലവോലാനിക് ആസിഡൊക്കെ എടുത്തിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സൈനസൈറ്റിസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അമോക്സിസിലിൻ, ക്ലവോലാനിക് ആസിഡൊക്കെ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് അത് ക്യൂർ ചെയ്യിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസിൽ
ഇങ്ങനത്തെ പേഷ്യൻസിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ സൈനസൈറ്റിസ് വരുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് തള്ളിക്കളയാതെ ഫംഗൽ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ, അതായത് ഈ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷന് ചാൻസസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതിന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ചെക്ക് എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കാര്യമായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ റെസ്പിറേറ്ററി ഫ്ലൂയിഡ് ഏതെങ്കിലും എടുത്തിട്ട് എന്താ ചെയ്യുക, ലാബിൽ പോയിട്ട് ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലങ്ങിൻ്റെ ഒരു CT സ്കാൻ എടുക്കുക. അത് അങ്ങനത്തെ രീതിയിലാണിത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈനസൈറ്റിസ് വരുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് തള്ളിക്കളയാതെ ഈ ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ്. ഒരു ദിവസത്തിന് 9,000-10,000 വരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ ഹൈഡ്രേഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യണം. നമ്മളെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അതിന് നമ്മൾ NS ഇടും, നോർമൽ സലൈന് ആ ഒരു ഇഞ്ചക്ഷന് മുമ്പായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം ദിസ് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ, സോ വി ഹാവ് ടു യൂസ് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. ഓക്കെ, സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡ്രഗ് എന്ന് പറയുമ്പം ആംഫോടെറിസിൻ B എന്ന് പറയുന്ന ഡ്രഗാണ്. ഈ ആംഫോടെറിസിൻ B എന്ന് പറയുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും നല്ല ഫംഗിസൈഡലായിട്ടുള്ളൊരു ഡ്രഗ്, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫംഗിസൈഡലായിട്ടുള്ളൊരു ഡ്രഗാണ് എന്ത്, ആംഫോടെറിസിൻ B. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഫംഗസിനും പറ്റും. കുറച്ചൊരു എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു 3-4 ഫംഗസ് മാത്രമേ ഇതിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫംഗസിനെയും കൊല്ലാൻ പറ്റുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ഫംഗൽ ഡ്രഗാണ് ഇത് ആംഫോടെറിസിൻ B. മോറോവർ ദിസ് ഈസ് യൂസ്ഡ് ഫോർ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആൾസോ. സോ ഈ ഒരു ആംഫോടെറിസിൻ B ഇൻഫ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതർ ആൻറ്റി ഫംഗൽസ് ആർ ആൾസോ യൂസ്ഡ്. മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു 4 to 6 വീക്സ് എന്ത് ഉപയോഗിക്കണം, ആംഫോടെറിസിൻ Bയും ഹൈഡ്രേഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യും വേണം. അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് പറഞ്ഞെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം മെയിനായിട്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റിക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക. ദെൻ സ്റ്റിറോയിഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറക്കുന്ന ഡ്രഗ്സ് ആണെന്ന്. ഓക്കെ, അത് പൊതുവേ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സിവിയർ ഇൻഫ്ലമേഷൻ്റെ കേസിലൊക്കെ ഉപയോഗിക്കും. ആസ്മ പോലത്തെ കണ്ടീഷൻസിലൊക്കെയാണ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത്. സോ സ്റ്റിറോയിഡ്സിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റുന്ന ഡ്രഗ്സ് അല്ല. അത് കുഷ്യൻ സിൻഡ്രം പോലത്തെ ഓവർ നമ്മൾ ഉപയോഗിച്ചാൽ കുഷ്യൻ സിൻഡ്രം ഉണ്ടാവും. പെട്ടെന്ന് നിർത്തിയാലും അതിൻ്റേതായ കുറേ ഇഷ്യൂസ് ആ ഒരു ഡ്രഗിനുണ്ട്. അതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് നിർത്തുന്ന ഡ്രഗ് അല്ല അത്. സോ അത് നമ്മളിങ്ങനെ ടാപ്പർ ചെയ്ത ഡോസ് കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേഷ്യൻസിന് ഡോക്ടേഴ്സ് ഇങ്ങനെ ടാപ്പർ ചെയ്യുക, ഡോസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക ചെയ്യുക. സോ ആ ഒരു ഡോസൊക്കെ കറക്റ്റ് ടൈമിങ്ങും ഡോസിങ്ങൊക്കെ ആക്കി വെക്കുക. സോ സ്റ്റിറോയിഡിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യുക, നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അതൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് എ റയർ ഇൻഫെക്ഷൻ. സോ എ സെറ്റ് ഓഫ് ആളുകൾ ഈ ഒരു ഡിസീസിന് വൾണറബിൾ ആണ്. ആ കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആളുകളുണ്ടാവും. അവർക്ക് ഇമ്മ്യൂണിറ്റി നല്ല കുറവായിരിക്കും. കാരണം ഇമ്മ്യൂണോ സപ്രസൻസ് നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ആ ഒരു നമ്മൾ മാറ്റി വെച്ച സംഗതി ബോഡി റിജക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ കൊടുക്കും. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകൾ, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, ICUയിൽ കൂടുതൽ സ്റ്റേ ചെയ്ത ആളുകൾക്കൊക്കെയാണ് അവരൊക്കെയാണ് വൾണറബിൾ. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാസ്ക് ഇടുക. ഡസ്റ്റി കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ മാസ്ക് ധരിക്കുക. ദെൻ ഷൂ ധരിക്കുക, ഫുൾ സ്ലീവ് ഷർട്ട്സ് ധരിക്കുക. ദെൻ കോട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ പൊടിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പൊടിയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്ലോ ഉപയോഗിക്കുക. ദെൻ സ്ക്രബ് ബാത്ത് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് പ്രിവെൻഷന് വേണ്ടിയിട്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരൊക്കെ അതിന് വൾണറബിൾ ആണ്. സോ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, കോമോർബിഡിറ്റീസ്, അതിൻ്റെ കൂടെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ കുറച്ച് ഡെഡ്ലി ആൻഡ് സീരിയസ്. സോ ദിസ് ഈസ് എ റയർ ഇൻഫെക്ഷൻ. ബട്ട് ഡയബറ്റിക് ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഡയബറ്റിക്കും ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫെക്ഷനാണ് ഈ ഒരു ഇൻഫെക്ഷൻ. ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് സർജറി ചെയ്ത് നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ അപ്പർ ജോക്ക് റിമൂവ് ചെയ്താൽ ആ ഒരു എസ്തെറ്റിക് നഷ്ടപ്പെടുകയും ചെയ്യും. ആളുകൾക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് വരെ വരാൻ ചാൻസ്. നമുക്ക് പ്രോസ്തെറ്റിക് പാർട്സ് കൊണ്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണ്. പക്ഷേ
എന്താണെന്ന് വെച്ചാൽ അവരെ മെൻ്റൽ സ്റ്റാറ്റസിനൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. സോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫെക്ഷനാണിത്. സോ കൺട്രോൾ മെഷേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. കാരണം ദിസ് ഈസ് എ ഡെഡ്ലി ആൻഡ് സീരിയസ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഡ്രഗാണ്, ആൻറ്റി ഫംഗൽ ഡ്രഗായിട്ടുള്ള ആംഫോടെറിസിൻ ബി ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ കോസ്റ്റ്ലി വൺ, നല്ല വില ഉള്ളൊരു ഡ്രഗാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.